ഞങ്ങളിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയുടെ അടുത്തുള്ള ഹഷിൽ വാലിയിലാണ്. ഇപ്പോൾ രാവിലെ എണീറ്റുള്ളൂ. ഇന്ന് ഏർലി മോർണിംഗ് ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ റെയിനിങ് ആയിരുന്നു. അതുകൊണ്ട് സൺറൈസ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിലേ ആയിട്ട് എണീറ്റേ. ആൻഡ് ഇന്നലെ നമ്മളിവിടെ എത്തി. ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്നലത്തെ വ്ളോഗിലൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇവിടുത്തെ വിശേഷങ്ങളുടെ ഒരു ഫുൾ വ്ളോഗ് അല്ലെങ്കിൽ 2 വ്ളോഗായിട്ട് പറയാൻ മാത്രമുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഹിമാചൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, കാശ്മീർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഹിമാചലിലെ ആഫ്റ്റർ ചിത്കുൽ വില്ലേജ് ഞാൻ കണ്ടില്ല വെച്ചാൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ആയിട്ടത്. ഞാൻ നിങ്ങൾക്ക് ഇത് മൊത്തം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടു, ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേയുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഓക്കെ, ടോപ്പിൽ ഫുള്ള് സ്നോ ആണ്. ഇവിടെയുണ്ട് നല്ല അടിപൊളിയായിട്ട് റിവർ ഒഴുകുന്നത്. അതിൻ്റെ തീരം ഫുള്ള് പൈൻ ട്രീസ്. ശരിക്കൊരു ലൈക്ക് ഒരു മിനി സ്വിറ്റ്സർലാൻഡ്. നമ്മൾ ഇന്നലെ താമസിച്ച ഹോം സ്റ്റേയുടെ ഫ്രണ്ട് വശമാക്കാട്ട്. പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ അന്യായമാണ്. ഞങ്ങൾ ആക്ച്വലി ഇന്നലെ വന്നപ്പോൾ ഒരു 6 മണിയായിട്ടോ. അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങി. സോ ഇത് കണ്ടോ, ഇത് ഹർഷലെ പോസ്റ്റ് ഓഫീസാട്ടോ. അടിപൊളിയല്ലേ? ഞാൻ ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു പോസ്റ്റ് ഓഫീസ് കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ട് കൗതുകം തോന്നിയൊരു പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ മറ്റേ ഫ്ലോട്ടിങ് പോസ്റ്റ് ഓഫീസാണ്. ഇതിപ്പോൾ ആക്ച്വലി വില്ലേജിൻ്റെ ഓൾമോസ്റ്റ് ബാക്ക് സൈഡ് ആട്ടോ. കാരണം ഇവിടെ ഹോം സ്റ്റേസൊക്കെ കുറവാണ്, കമ്പാരിറ്റീവ് ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പം നമ്മൾ നല്ല കുറച്ചൊന്ന് ബഡ്ജറ്റായിട്ടുള്ള റൂം നോക്കി നമ്മൾ ആദ്യം കാണിച്ച റൂമായിട്ട് കിട്ടിയ 1000 രൂപയാണ് റൂമിന്. കണ്ടത് ഒരു കഫേയാണ്. റൈറ്റ് നൗ ഇറ്റ്സ് ക്ലോസ്ഡ്. നല്ല രസമാണ് ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റോഡ്സും കാര്യങ്ങളൊക്കെ. അതായത് ഫുൾ ഇൻ്റർലോക്കും പരിപാടിയും കോൺക്രീറ്റും ഫുൾ നീറ്റ് ആൻഡ് ക്ലീനാണ് റോഡൊക്കെ. കണ്ടോ, നേരെ മുകളിൽ കാണാൻ നോക്കിയേ, ഫുള്ള് നല്ല തിക്ക് സ്നോ ആണേ. തിക്ക് സ്നോ, താഴെ നല്ല ലൈക്ക് പൈൻ ട്രീസ്. അടിപൊളി കേട്ടോ. ഇത് കണ്ടോ, ഇത് മൊത്തം ആപ്പിൾ ട്രീസാണേ. അതായത് ഇപ്പോൾ ഈ വിൻ്റർ കഴിയുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ഇല പോലും ഇല്ല. ഇനിയിപ്പോൾ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവണം ഇതൊക്കെ ഒന്ന് ഇലയൊക്കെ ഇട്ട് തുടങ്ങാൻ. ഇവിടെ ഫുൾ ആപ്പിളാണെങ്കിൽ എന്ത് രസമാണെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സീസണിലുള്ള ഇവിടുത്തെ കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ശരിക്കും സ്വർഗം പോലത്തെ ഒരു നാടായത്. ഫുള്ള് പൂക്കളും പല കളറിലുള്ള ഇലകളുള്ള മരങ്ങളും. ഇതുണ്ട്, അവിടെയൊക്കെ ഓരോ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. ചുറ്റും സ്നോ. അവിടെ നല്ല സ്നോ ഉണ്ട്. നല്ല നൈറ്റ് -3 to -4 ഒക്കെ ആയിരുന്നു. ഇതിപ്പോൾ നമ്മളിവിടുത്തെ ഒരു ചെറിയൊരു ജംഗ്ഷനിലേക്ക് പോകട്ടോ. അതായത് നമ്മൾ ഗൂഗിളിലെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഈ വില്ലേജിനെ പറ്റി എത്രയൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തോ അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ബ്യൂട്ടി ആയിരുന്നു കേട്ടോ നമ്മളിവിടെ റീച്ച് ആയപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത്. ചുമ്മാ അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര പീസ്ഫുൾ. ശരിക്കും മണ്ണിലാണ് സ്വർഗം എന്ന് പറയുന്നത് സത്യമാണെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്. അടിപൊളിയായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഏരിയ കേട്ടോ. അതായത് ഒരു മെയിൻ സെൻറ്റർ കണ്ടോ, ഉത്തരാഖണ്ഡ് ടൂറിസം. ഇവിടെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തു. നല്ല ഇവിടെ ഇന്ത്യ കണ്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സാധനമാണ് സ്നോ ലെപ്പേർഡ്. അതിൻ്റെ ഒരു സ്റ്റാച്ചു കണ്ടോ. ഇത് നോക്കിയേ, നൈസൊരു വൈബല്ലേ. ലൈക്ക് ശരിക്കും ഒരു മിനി സ്വിച്ച് ലുക്കാണ്. ഇവിടെ പണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് ഒന്നുമില്ല, ഒരു 3 ഹോം സ്റ്റേ, ഒരു 2 കട ഇത്ര ഉണ്ടായിരുന്നുള്ളൂ 5 വർഷം മുമ്പ്. അപ്പോൾ അവർ പറഞ്ഞ 6 മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ആക്ച്വലി വൺ സെറ്റപ്പായി. പൊളി വൈബായി ഇവിടെ. നമ്മുടെ ഇന്നത്തെ വായുണ്ട്. അരെ ഭയ്യാ, गुड मॉर्निंग. अब इधर स्टे किया कल? अभी इधर सामान का देख रहा था मैं. ഈ ഭയ്യ നമ്മുടെ ഓർമ്മ ഉണ്ടോ? നമ്മുടെ സേഫ് ആയിട്ട് ഇവിടെ കൊണ്ടാക്കിയ വയ്യാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ. ഈ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലത്തെ ഒരു ഏരിയ. അവിടെ ചേഴ്സ്, ഈവനിങ് ആകുമ്പോൾ ഇവിടെ മ്യൂസിക് പരിപാടി, കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അടിപൊളിയല്ലേ? ദിസ് എ റിയൽ ഹെവൻ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ
നമുക്ക് കുറച്ച് ഹോം സ്റ്റേസും കാര്യങ്ങളും ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചേ. അപ്പോൾ അവിടെ നിന്നൊരു സൂപ്പ് കുടിക്കാം. ഉണ്ടോ ബാക്കിലൊക്കെ സ്നോ മൗണ്ടൻസ് കേട്ടോ. ഈ ഒരു ബിൽഡിങ് കണ്ടോ, പഴയ ബിൽഡിങ്ങാണ്. പക്ഷേ കണ്ടോ നല്ല വൃത്തിയുണ്ട്. നമുക്കിങ്ങനെ പുറത്തേക്ക് നടക്കാൻ തോന്നുന്നു. അപ്പോൾ മഞ്ഞ് വീണാൽ പോലും ചെളിപൊളിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് കേട്ടോ फुड हाईवे आप क्या मिलेगा खाने के लिए? मेनू लगा हुआ है सर। मेनू सूप है, सूप है मेरे के लिए एक वेज सूप दिएगा, बस बाद में बोलेगा। ഞാനൊരു വെജ് സൂപ്പ് പറഞ്ഞിട്ടുണ്ടേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ് സൂപ്പ് നൈസാണ്. 40-50 രൂപ ഉള്ളൂ. എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് വയ്യ, ചുമയുണ്ട്. അപ്പോൾ സൂപ്പ് കുടിച്ചാൽ സെറ്റാക്കി. ചായ പെട്ടെന്ന് തണുത്തു പോകും. ഇതൊക്കെ നിങ്ങൾ അടിപൊളിയല്ലേ. എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാമം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 10% പോലും കാണിച്ചിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ബാക്കിയുള്ള മൊത്തം കാണിച്ചു തരാം. അവിടെ സൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ, പൊളി മട്ടൻ സൂപ്പ് ഉണ്ട്. പക്ഷെ നല്ലതായിരിക്കും എന്ന് ഡൗട്ടാ. ഈ തണുപ്പത്തുണ്ടല്ലോ ഇത് കുടിപ്പിക്കേണ്ട സുഖം ഉണ്ടല്ലോ. ശരിക്കും ക്യാമ്പ് ഫയർ, അതേപോലെ സൂപ്പ്, മാഗി, ഇതിൻ്റെയൊക്കെ ശരിക്കുമുള്ള ടേസ്റ്റ് സുഖമൊക്കെ അറിയണമെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലത്ത് തന്നെ വരണം. കാരണം നല്ല തണുത്തൊരു വെതറിൽ മാഗി കഴിക്കാൻ അടിപൊളിയാണ്. അടിപൊളി. അത് കുടിച്ചെടുക്കട്ടെ. സോ നമ്മളിതാ സൂപ്പ് കുടിച്ചിറങ്ങി. നമ്മൾ നേരെ നടക്കും കേട്ടോ. ഇവിടെ ഇരിക്കുന്നതൊക്കെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. ഇതെന്താ എഴുതിയേക്കണേ? അഷ്ടവർഗ് സംഭരം വേണ്ട. ഞാൻ വെറുതെ കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടാണല്ലോ. ഈ സൈഡിലൊക്കെ ഉണ്ടോ ആപ്പിൾ ട്രീസൊക്കെ? ആപ്പിൾ ഉള്ള സമയത്തൊന്നും അടിപൊളിയായിരിക്കും. പിന്നെ ഇതാ ആംബുലൻസ് പരിപാടികളുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഇതൊരു കണ്ടോൺമെൻറ് ഏരിയയാണ്. ആർമി ക്യാമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിയും 5G ഹൈ സ്പീഡ് 5G ഇവിടെ കിട്ടുന്നുണ്ട്. മേ ബി കണ്ടോൺമെൻറ് ഏരിയ ആയതുകൊണ്ടായിരിക്കും ഇവർ ലൈക്ക് എല്ലായിടത്തും മൊബൈൽ റേഞ്ചും പരിപാടിയൊക്കെ ഉള്ളത്. കാരണം എനിക്ക് എമർജൻസി വന്നു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യണ്ടേ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ചുറ്റും കണ്ടോ, അടിപൊളിയല്ലേ. ഹലോ, നോക്കി നടക്കുന്ന വഴിയൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് അല്ലേ. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ റിവറിൻ്റെ ഒരു കൈവരിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓ സൂപ്പർ, ഭയങ്കര സ്ഥലം. ഓക്കെ, ഫുള്ള് നമ്മുടെ ഫ്ലാഗും. ഓ എന്ത് രസമാണ് കാണാനായിട്ട്. ഓ അടിപൊളി ഉണ്ടോ. അവിടെയാണ് നമ്മുടെ വില്ലേജ് റോഡ്. ഓ ഇവിടെയൊക്കെ ഫുൾ ഫോട്ടോഷൂട്ട് കേട്ടോ. ഓ സൂപ്പർ. ഓക്കെ, നല്ല ഭംഗിയല്ലേ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വാട്ടറാണ്. ഈ ഒരു ലൊക്കേഷൻ നോക്ക്, എന്നാ രസമാണെന്നറിയോ. ചുറ്റും പൈൻ ട്രീസ്, ഇവിടെ ബ്രിഡ്ജ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, റിവർ, ചുമ്മാ പൊളി. ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും ലൈക്ക്
ഭംഗിയില്ലാത്ത സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനെക്കാട്ടൊക്കെ കിടിലൻ പ്ലേസസ് ഇവിടെ ഉണ്ട്. അതൊക്കെ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുകൊണ്ട് ചെറിയൊരു വേറെ വില്ലേജ് ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇവിടം വരെ പോയിട്ട് ഇനി തിരിച്ചു പോകും. വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ. മറ്റേ ആർമീൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ പോകാൻ പറഞ്ഞു കേട്ടോ. കുറച്ച് ഇവിടെ നിന്ന് വെടി വെച്ചാനെ. ഇതൊക്കെ ഇവിടെ ഉള്ളൊരു കാഫേയും ഒരു ഷോപ്പൊക്കെ കേട്ടോ, വിൻ്റർ ക്ലോത്ത്സിൻ്റെ. നല്ല രസമില്ല കാണാനായിട്ട്. ഞങ്ങൾ ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല. ഗംഗോത്രി പോകണമെങ്കിൽ എന്തായാലും മേടിക്കേണ്ടി വരുമെന്ന് വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ എന്തായാലും പെടും. ഇതായിരുന്നു ആക്ച്വലി നമ്മൾ ഈ വില്ലേജിലേക്ക് എൻ്റർ ചെയ്യുന്ന ബ്രിഡ്ജ്. അതായത് 2 പാലമുണ്ട്. ഇത് പഴയ പാലം, ഇത് പുതിയ പാലം. ഓക്കെ, ഒക്കെ BRO കൺസ്ട്രക്ഷൻ കേട്ടോ. ഇവിടെ നല്ല സീൻ വെള്ളമാണ്. ഓക്കെ, ഓ അടിപൊളിയല്ലേ. നല്ല തിക്ക് പൈൻ ഫോറസ്റ്റ്, മുകളിൽ മഞ്ഞ്. അടിപൊളി. ആക്ച്വലി ഈ സമയത്ത് വന്നുകൊണ്ട് മഞ്ഞും കാണാൻ പറ്റി, അത്യാവശ്യം ഗ്രീനറിയും കിട്ടി. ഓക്കെ, ഇതൊക്കെ ഒരു ഹോം സ്റ്റേ കേട്ടോ. ഇതിൻ്റെയൊക്കെ സൈഡിൽ നിന്നുള്ള ഈ വ്യൂ ഉണ്ടോ, എന്നാ രസം നോക്കിയേ. സൂപ്പറല്ലേ, അത്ര ഭംഗിയായിട്ട് ഈ റിവർ പോകുന്നത്. ഈ മൊത്തം ഒരു സീനറി ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ, എന്നാ ഭംഗിയാണെന്ന് പറയാം. ശരിക്കും ഞങ്ങൾ ഈ ട്രിപ്പ് വന്നിട്ട് ഇത്രയും സന്തോഷിച്ച അല്ലെങ്കിൽ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ദിവസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത് ഇന്നലെ ആയിരുന്നു. ഞങ്ങൾ 2 ദിവസം ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അതിന് മൊത്തം ദൂരം ഉണ്ടായിട്ടല്ല, ദൂരമുണ്ട്, 250 കിലോമീറ്റർ ഉണ്ടായിരുന്നു സാങ്കരിയിൽ നിന്ന്. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ചാൽ വണ്ടിയൊന്നും കിട്ടത്തില്ല. പക്ഷേ വൺസ് ഇന്നലെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴല്ലോ, ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എത്ര പ്രതീക്ഷിച്ചാലും അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഭംഗിയുണ്ട് ഇവിടെ. അതിലൊരു ഡൗട്ടും ഇല്ല. കണ്ടോ എന്നാ രസം നോക്കിയേ. ഈ ഒരു ബ്രിഡ്ജ് കയറി നമ്മൾ നേരെ എത്തുന്ന സ്ഥലത്തിലേക്കാണ്. ഹെലികോപ്റ്റർ എന്തോ പോകുന്നുണ്ടോ, അതുപോലെ സൗണ്ട് ഉണ്ടോ. സോ ഇതാണ് നമ്മുടെ പഴയ ബ്രിഡ്ജ്. ഇതിൽ കൂടെ ഇപ്പോൾ നടന്നു പോകാൻ മാത്രമേ പറ്റുള്ളൂ. ഇതുപോലെ ഭംഗിയുണ്ടോ, ഈ റൈഡർ ഫ്ലാഗും പരിപാടിയൊക്കെ ആയിട്ട് ആ റിവർ വരുന്നൊരു ഭംഗിയുണ്ട്. എന്ത് രസമല്ലേ, ഈ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ലൈക്ക് നമ്മൾ കാശ്മീർ പോയിട്ടുണ്ട്, ഹിമാചൽ പോയിട്ടുണ്ട്, പക്ഷേ അവിടെ മഞ്ഞുണ്ട്, അങ്ങനെയല്ല. ലൈക്ക് ഇത് ലൈക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഉത്തരാഖണ്ഡും ഈ ഒരു അശ്വിൻ വാലിൻ്റെ ഒക്കെ ഒരു നേച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലേ, ഹിമാചൽ ചിത്കുൽ വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഞാൻ കണ്ടതിൽ. എനിക്കൊരു ഡൗട്ടും ഇല്ല, അടിപൊളിയാണ്. ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന 2 പേരുണ്ട് നമ്മുടെ തൊട്ടടുത്ത റൂമിൽ. അവർ പറഞ്ഞു ഇവിടെ നീറ്റി വാലി എന്ന് പറഞ്ഞ വാലി ഉണ്ട്, അത് ഇതിനെക്കാട്ടിയും പൊളിയെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും ചിന്തിക്കാൻ പോലും പറ്റില്ല. ആക്ച്വലി ഈ അശ്വിൻ വാലി എന്ന് പറയുന്നത് ഉത്തർകാശിയിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് 78 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഗംഗോത്രി പോകുന്ന റൂട്ടിലാണ് അശ്വിൻ വാലി വരുന്നത്. ഇവിടുന്ന് 22 കിലോമീറ്ററാണ് ഗംഗോത്രിക്കുള്ളത്. അതായത് കണ്ടോൺമെൻറ്റ് ഏരിയയാണ്, ആർമിയുടെ ഏരിയയാണ്. ഭഗീരഥി നദിയുടെ സൈഡിലാട്ടോ ഈ ഒരു വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇവിടുത്തെ കുറച്ച് നല്ല ക്യൂട്ട് ഹോം സ്റ്റേസ് ആട്ടോ. നല്ല രസമുള്ള റിവർ സൈഡുള്ള കോട്ടേജസും. ഈ റിവറിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ നടക്കാൻ തന്നെ ഭയങ്കര റീഫ്രഷ്മെൻറ്റാണ്. അപ്പോൾ ഈ കോട്ടേജുകളുടെ ഇടയിൽ നിങ്ങൾ കണ്ടോ, എന്ത് രസമായിരിക്കും. ഈ ആപ്പിളും കൂടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. ഇവിടെ ഫുള്ള് മരങ്ങളും പല കളറുള്ള പൂക്കളും
അടിപൊളിയായിരിക്കും കേട്ടോ. ഓ പൊളി. ഇവിടെ നിന്നുള്ളൊരു പടവ് കാണിച്ചു കേട്ടോ. സ്റ്റെപ്പ് സൂപ്പർ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ആ പാലം നോക്കിയാൽ ഇവിടുന്ന്. ഓ ഗായ്സ്, എല്ലാവരും ട്രാവൽ കിട്ടോ. ദൈവം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരാഴ്ചയിൽ പറ്റുന്നത്ര ട്രാവൽ ചെയ്യുക. ഇപ്പോൾ ലോകം മൊത്തം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നവർ മാക്സിമം നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് കൾച്ചറെങ്കിലും ഇല്ലെങ്കിൽ കുറച്ച് നാടുകളെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ അത്ര മനസ്സിന് സന്തോഷമാവുക. ഇത്രയും സന്തോഷം തരുന്നൊരു പരിപാടി അറിയില്ല. ട്രാവൽ ചെയ്യുന്നത്ര സന്തോഷം കിട്ടുന്നൊരു സംഭവം ലൈക്ക് എനിക്ക് ലൈഫിൽ ഇപ്പം ഇല്ല. അടിപൊളിയാണ്. നോക്കിയേ എന്നാ രസമല്ലേ. നല്ല പ്രോപ്പർട്ടി കാണാനായിട്ട്. ശരിക്കും ഈ പ്രോപ്പർട്ടി വിൻ്റർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അടിപൊളിയായിരിക്കും. ഫുള്ള് ചെറിയ ചെടികളും പൂക്കളും. മറ്റേ നമ്മൾ പണ്ട് സ്വർഗം എന്ന് പറഞ്ഞൊരു ഫോട്ടോ കാണില്ലേ പൂക്കളൊക്കെ ആയിട്ട്. അതുപോലെ ഇരിക്കും. നൈറ്റാണെങ്കിൽ ഫുൾ ആംബിയൻ ലൈറ്റിങ്ങും. അയ്യോ ഇത്ര ചുമ്മാ പ്രൈസ്ലെസ് ആണ്. കണ്ടോ ഇവിടെ ഒരുപാട് ബബിൾ കോട്ടേജൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല പ്രീമിയം കേട്ടോ. എനിക്ക് തോന്നുന്നൊരു മിനിമം ഒരു 5,000 അല്ലെങ്കിൽ 8,000 ഒക്കെ ഉണ്ടാവണം. കാര്യം ബബിൾ കോട്ടേജ് നമ്മുടെ നാട്ടിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതൊരു റിസപ്ഷൻ കേട്ടോ. ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ ചുമ്മാ നോ വേർഡ്സ് ആക്ച്വലി. സീരിയസ്ലി ഒന്നും പറയാനില്ല. നമ്മൾ ഈ സ്ഥലം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ഏരിയയാണ് അടിപൊളിയാണ്. തൊട്ടപ്പുറത്ത് പോകുമ്പോൾ ഇതിനെക്കാട്ടി അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് താഴെയൊക്കെ ഇരിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി. അമ്പോ പൊളി സ്ഥലം കേട്ടോ. കീടിൽ ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു രക്ഷയില്ല കേട്ടോ. നോക്കിയേ രാവിലെ തണുപ്പത്തൊരു കോഫിയൊക്കെ കുടിച്ച് ഇവിടെ ഒന്ന് ഇരിക്കാം നമുക്ക് ഫ്രണ്ട്സായിട്ട് ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ. പക്ഷെ ഇവിടെ അങ്ങനെ ഫാമിലി ആയിട്ട് വരുന്ന ആരും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഒരാളെ കണ്ടിട്ടില്ല. അപ്പുറത്ത് കാണുന്ന ഗ്രീൻ കളറൊക്കെ ആർമി ക്യാമ്പാട്ടോ. ഫുൾ അവരുടെ ഫോഴ്സും വെഹിക്കിൾസും എല്ലാം ഉണ്ട്. നമ്മുടെ റൂമിൻ്റെ അപ്പുറത്തുള്ള വ്യൂ ആണത്. ആ സ്പോട്ടാണ് ഗൈസ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഈ വാലിത്തെ. നോക്കി നമുക്ക് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ വന്ന് നിൽക്കാം. നമുക്ക് ഈ റിവറിലേക്ക് എത്ര നേരം നോക്കിയില്ലെന്ന് നമുക്ക് മനസ്സിലത്തില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയ റിവർ. ഓ ഇത് ഈ പ്രോപ്പർട്ടിൻ്റെ ബെസ്റ്റ് വ്യൂ ആട്ടോ. നമുക്ക് ക്യാമ്പ് ഫയർ ഇടുന്ന രീതിയൊക്കെ നോക്കിയേ അടിപൊളിയല്ലേ. ആ ലോങ്ങിൽ എനിക്ക് വേണം. ഞങ്ങൾ ഇന്നലെ വരുമ്പോൾ അത്രയും ഫില്ലായിട്ട് സ്നോ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഇവിടെ ചെറുതായിട്ട് റെയിനിങ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു മേ ബി അവിടെ ചെറിയ രീതിയിൽ സ്നോഫോൾ ഉണ്ടായിട്ടുണ്ടാവണം. ഇതിൻ്റെ അടുത്തൊരു വീട് കണ്ടോ, ഭയങ്കര പഴയൊരു വീട്, ഫുള്ള് വുഡാട്ടോ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു വർക്കിംഗ് ആണ്, ജസ്റ്റ് ക്ലോസ് ആക്കി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെന്തോ ഇവരുടെ ടെമ്പിൾ പോലത്തെ എന്തോ ആണ്. പക്ഷെ ഇത് ക്ലോസ്ഡാ. ദിസ് ഈസ് ദ ഹർഷിൽ വില്ലേജ് റിസോർട്ട്. നമ്മളിപ്പോൾ കണ്ട സ്നോപോർട്ട് റിസോർട്ടിൻ്റെ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള പ്രോപ്പർട്ടി കേട്ടോ. അടിപൊളി പ്രോപ്പർട്ടി, പ്രൈവറ്റ് കോട്ടേജുള്ള വിത്ത് ദ സ്നോ മൗണ്ടൻസ് വ്യൂ. പിന്നെ പറയാനുള്ളൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഇത്ര ദിവസം ട്രാവൽ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഫുഡിൻ്റെ റേറ്റ് നല്ല കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ച് ഇത്രയും ദൂരം ആയതുകൊണ്ട് ഇത്രയും മുകളിലായതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്ന സ്ഥലമായിരുന്നു ഇവിടെ. പക്ഷേ ഇവിടെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഫുഡ് കിട്ടും. അതായത് ഞങ്ങൾക്ക് വെറും 40 രൂപയാണ് ഒരു വെജ് സൂപ്പിന്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, 1 ബൈറ്റ് കഴിക്കാം. ഒരു വെജ് ചൗമീന് 120 രൂപയുള്ളൂ. അല്ലെങ്കിൽ ആ റേഞ്ചേ ഉള്ളൂ ഫ്രൈഡ് റൈസിനും ചൗമീനൊക്കെ. അതുകൊണ്ട് നമുക്ക് ഫുഡിന് വലിയ ചിലവില്ല കേട്ടോ. ഇപ്പോൾ വെയിലുണ്ട്, പക്ഷേ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. കാറ്റിന് നല്ല കിടില തണുപ്പാ, അത് രക്ഷയില്ല തണുപ്പ് കാറ്റിന്.
ഇത് ഞങ്ങൾ ഇന്നലെ വന്നൊരു വഴി കേട്ടോ. ആക്ച്വലി ഇവിടെ നിന്ന് കാണുന്നുണ്ട്, ഇത് ഈ ഹോസ്റ്റലിൽ സ്കൈയാർഡ് ഹോസ്റ്റൽസ് എന്നാണ്. ഈ ഹോസ്റ്റലിലാണ് ലൈക്ക് ഇവരുടെ സെയിം പ്രോപ്പർട്ടിയിലാണ് ഞങ്ങൾ ഋഷികേശ് 2 ദിവസം സ്റ്റേ അടിച്ചത്. പക്ഷേ ഋഷികേശ് പിന്നെയും അഫോർഡബിൾ ആയിരുന്നു. ഇവിടെ ഡോർമെട്രിക്കൊക്കെ നല്ല റേറ്റാണ്. അതായത് പെർ ഹെഡ് 800 രൂപയൊക്കെ ഡോർമെട്രിക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. കാരണം പക്ഷേ ഭയങ്കര കൂടുതലാണ്. എന്നാൽ അതിനുള്ള ആംബിയൻസോ കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡിലൊക്കെ പ്രോപ്പർട്ടീസ് കേട്ടോ. ഇവിടെ പുതിയ പ്രോപ്പർട്ടി വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വേറെ ഉണ്ട്. എനിക്ക് ഭംഗി കാണുമുണ്ടല്ലോ, ലൈക്ക് റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തോന്നത്തില്ല. നമ്മൾ ഇത്രയും നല്ല സ്ഥലമൊന്നും ഇനി കാണുമെന്ന് പോലും എനിക്കറിയില്ല. എന്തിന് ഞാൻ ഇനി ഉത്തരാണ്ട് വരുന്ന പോലും എനിക്ക് ഉറപ്പില്ല. നമുക്ക് വരുമ്പോൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, പോവുക, നല്ല ഒരുപടി ഓർമ്മകളായിട്ട് പോവുക. നമുക്ക് എന്നും ഓർമ്മിക്കാൻ അത് മതിയാവും ജീവിതത്തിൽ. കാരണം യാത്രകൾ തരുന്ന എക്സ്പീരിയൻസ് അത് നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. യാത്രകൾ തരുന്ന ഹാപ്പിനെസ് അത് വേറെ ഒന്നിലും കിട്ടില്ല. ഓക്കെ, ഇതൊരു ഹോം സ്റ്റേ ആണേ. ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ ഉണ്ടോ നിങ്ങൾ? ഇവിടെ നേരെ താഴെ റിവറും ഈ ഭാഗത്ത് ഭയങ്കര വീതിയാണ്. അതിൻ്റെ ഷോറും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ റിവറും കൂടി കാണിച്ചു തന്നിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരു 1 റിസ്ക് എടുക്കുക കേട്ടോ. സീൻ ഇവിടെ ഞാൻ പെട്ട്. അയ്യോ ഇതാ വന്ന വഴി. ഇവിടെ നമുക്ക് ജമ്പ് ചെയ്യണം. ഓ, അങ്ങനെ ജമ്പ് ചെയ്തോണ്ട് എനിക്ക് വഴി എളുപ്പമായി. ഇത് ആക്ച്വലി ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് പോലത്തെ സംഭവം കേട്ടോ. നമ്മുടെ നാട്ടിലൊരു ഇതൊക്കെ പോലെ, എന്താണ് PWD ഗസ്റ്റ് ഹൗസ് ഒക്കെ പോലെ. ഓ, ഇവിടെ കോമൺ ഡൈനിങ് ഏരിയ കൊള്ളാം കേട്ടോ. ഗായ്സ് എന്ത് ഭംഗിയാ നോക്കിയേ, അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഷോറ്, റിവർ. അവിടെ ആർമി ക്യാമ്പ്. നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഹെലിപാഡ് ഉണ്ട്. ഒന്നല്ല 2 ഹെലിപാഡ് ഉണ്ട്. നോക്കിയേ എന്നാ രസമാണ് അതിലിപ്പോൾ നടക്കാനായിട്ട്. ഭയങ്കര റീഫ്രഷിങ്ങാണ്. ഇത് കണ്ടോ നിങ്ങൾ? നദിയുടെ നടുവിലുള്ളൊരു ഐലൻഡ് പോലെ ഫുള്ള് നല്ല ഉരുളം കല്ലുകളും. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ അത് നിങ്ങൾ നോക്കിയേ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഇതാണെങ്കിൽ നമുക്കിന് വേറെ എന്താ വേണ്ടത്? അതെ, സത്യമല്ലേ? എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട സ്ഥലം അറിയില്ല കേട്ടോ. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഒറ്റ കാര്യം പറയാറുള്ളൂ. അതായത് ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 10-12 ദിവസമായി. ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഉത്തരാഖണ്ഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ വളരെ കുറവാണ്. അതായത് കൂടുതലും ആൾക്കാർ ഹരിദ്വാർ, ഋഷികേശൊക്കെ വന്ന് മസൂരിയെ കണ്ടിട്ട് പോകും. പക്ഷെ അതല്ല, നിങ്ങൾ ഹിമാചൽ പോയിട്ടുണ്ടെങ്കിലും കാശ്മീർ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഓക്കെ ഉത്തരാഖണ്ഡും അതേപോലെ തന്നെ മഞ്ഞുമലകളും കാര്യങ്ങളുമാണല്ലോ. നമ്മൾ ഹിമാചൽ കണ്ടതാ, ഉത്തരാഖണ്ഡ് പോകണ്ടെന്ന് വിചാരിക്കരുത്. നിങ്ങൾ കണ്ടതൊന്നുമല്ല കാണാൻ കിടക്കുന്ന ഉത്തരാഖണ്ഡ്. നമ്മൾ കണ്ട ഹിമാചലോ കാശ്മീരോ ഒന്നുമല്ല. നിങ്ങൾ വരണം, ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉത്തരാഖണ്ഡ് എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങൾ കുറച്ച് റിമോട്ടഡ് ആയിട്ടുള്ള വാലീസ് വരിക, ഒരു 2-3 ദിവസം ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പോവുക. അതിൽ കിട്ടുന്ന നമുക്കൊരു എന്താ പറയുക, ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മുടെ മൈൻഡൊക്കെ അത്രയും എന്താ പറയുക. ഇപ്പോൾ നമ്മൾ ഇതേപോലെ മഞ്ഞുമലകൾ ഒരുപാട് കാശ്മീരിൽ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത് അതിനകത്ത് നിന്നൊക്കെ ഡിഫറെൻ്റാണ്. അത് നിങ്ങൾക്കിവിടെ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതായത് റിയൽ ഹെവൻ ഓൺ എർത്ത് എന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരു പ്ലേസ് ആഫ്റ്റർ ഹിമാചലിലെ ചിത്കുൽ വില്ലേജിന് ശേഷം ശരിക്കും സ്വർഗമാണ് ഗൈസ്. സ്വർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ സ്വർഗം. അപ്പോൾ ഈ ഒരു ഹർസൽ വില്ലേജിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2, 3, 4 വീഡിയോസ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം അത്രയ്ക്ക് ഉണ്ട് ഇവിടെ കാണിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ എൻ്റെ ഒപ്പമാണ്. എൽബിന് ഉറങ്ങുകയാണ്. ആ സമയത്ത് ഞാൻ ഇറങ്ങി രാവിലെ. ഓക്കെ, ഇനിയിപ്പോൾ അവനെയും കൂട്ടി പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉത്തരാഖണ്ഡ് വരിക, ഈ ഹർഷൽ വാലിയൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. കേദർഗന്ധ ട്രക്കിങ് പരിപാടിയൊക്കെ ഉണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വരാം. അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടുകൊണ്ട് ബൈ.